നമസ്കാരം. പി.വി. അൻവറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ എ.ഡി.ജി.പി അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താതെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇത് ഏത് രീതിയിലാകും സർക്കാരിന് ക്ഷീണം ചെയ്യുക, പാർട്ടിക്ക് ക്ഷീണം ചെയ്യുക? രണ്ടാമത്തെ കാര്യം, പി.വി. അൻവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലിന് പിന്നിൽ ഏതെങ്കിലും പവർ ഗ്രൂപ്പ് ഉണ്ടോ? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് കഴിഞ്ഞ 2 ദിവസമായി എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിനെതിരെ, ക്രമസമാധാന ചുമതലയുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തിനെതിരെ വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണകക്ഷി എം.എൽ.എ ആയിട്ടുള്ള പി.വി. അൻവറാണ്. ഒരു പ്രതിപക്ഷ എം.എൽ.എയോ പ്രതിപക്ഷ നേതാവോ ഒന്നുമല്ല, ഭരണകക്ഷി എം.എൽ.എ ആണ് എം.ആർ. അജിത് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള പല വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സോളാർ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തി. വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യം. 2, അതായത് ഇദ്ദേഹം കൊല്ലാനും കൊല്ലിക്കാനും മടി ഇല്ലാത്ത ആളാണ് എന്ന് സുജിത് ദാസ് ഈ അജിത് കുമാറിനെ പറ്റി പറയുന്ന ഓഡിയോ സന്ദേശം പുറത്തുവിടുന്നു. 3-ാമത്തെ കാര്യം, അദ്ദേഹത്തിന് സ്വർണ്ണ കൊള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നു. 4-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? 4-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ എം.ആർ. അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി, അതായത് തൃശ്ശൂർ പൂരം കലക്കാൻ അദ്ദേഹം ഇടപെട്ടു. അദ്ദേഹം അതിൽ ഇടപെട്ട് അവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാനായിട്ടുള്ള ചില സംഭവങ്ങൾ ഒരുക്കി കൊടുത്തു എന്ന രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയുന്നു. 5-ാമത്തെ കാര്യമായിട്ട് എന്താണ് പറയുന്നത്? ഷാജൻ സ്കറിയുമായിട്ടുള്ള പരിപാടിയിൽ ആ കേസിൽ, അതായത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്താതിരിക്കാൻ വേണ്ടി സാമ്പത്തികമായി അദ്ദേഹത്തെ സഹായിച്ചു എന്ന കാര്യം പറയുന്നു. തൊട്ടു പിന്നാലെ തന്നെ എന്താണ് നമ്മൾ കേൾക്കുന്നത്? ഈ സോളാർ കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് അത് ശരിയാണെന്ന് ശരിവെക്കുന്ന രീതിയിൽ സോളാർ കേസിലെ പരാതിക്കാരി അതൊക്കെ ഉറപ്പിച്ചു പറയുന്നു. എനിക്ക് നേരത്തെ മുതൽ അജിത് കുമാറിനെ അറിയാം, അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, സോളാർ കേസുമായി ബന്ധപ്പെട്ട് മൊഴി മാറ്റി കൊടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. അതായത് തന്നെ മൊഴി മാറ്റിപ്പിച്ച് തന്നെ കൊണ്ട് മൊഴി കൊടുപ്പിക്കാമെന്ന് പറഞ്ഞ് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കി എന്നൊക്കെ പറയുന്നത് സോളാർ കേസിലെ പരാതിക്കാരിയാണ്. അപ്പോൾ വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളാണ് എം.ആർ. അജിത് കുമാറിനെതിരെ ഉയർന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ ആ തൽസ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിന് കവടിയാർ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിൽ അദ്ദേഹത്തിന് സ്വന്തമായ ഒരു ഭൂമിയുണ്ടെന്നും കോടികൾ വിലമതിക്കുന്ന ഭൂമിയാണെന്നും ഒക്കെ പി.വി. അൻവർ പറഞ്ഞിരുന്നു. അപ്പോൾ അത്ര ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ മാത്രമേ ഒരു നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. എന്നാൽ മുഖ്യമന്ത്രിയാകട്ടെ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് തന്നെ വെച്ചുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു ക്ഷീണം ചെയ്യും. എങ്ങനെയാണ് ക്ഷീണം ചെയ്യുക? ഇതൊരു വലിയ ഒരു വിഷയമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷവും ബി.ജെ.പിയും രംഗത്തേക്ക് ഇറങ്ങും. മാധ്യമങ്ങളിലൊക്കെ ഇത് സർക്കാരിൻ്റെ വീഴ്ചയായി ചിത്രീകരിക്കപ്പെടും എന്നത് മാത്രമല്ല, അതായത് എം.ആർ. അജിത് കുമാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ അതിൻ്റെ ഭാഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുകൂടി എഴുതപ്പെടും, മാധ്യമങ്ങൾ പറയും. അത് പാർട്ടിക്ക് വലിയ തോതിൽ ക്ഷീണം ചെയ്യും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇതിൻ്റെ, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല വെളിപ്പെടുത്തലുകളുമൊക്കെ നടത്തിയല്ലോ. ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യങ്ങൾ മറ്റൊരാളിലേക്ക് കൂടി ഉയരുന്നുണ്ട്. അതാരെയാണ്? അത് ആർക്കെതിരെയാണ്? അതായത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയിലേക്ക് കൂടി ഉയരുകയാണ്. അതായത് ഇത്തരത്തിലുള്ള പല സംഭവങ്ങൾ പോലീസ് സേനയിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ സംഭവങ്ങളൊക്കെ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാൻ പി ശശിക്ക് കഴിയാതെ പോയി എന്ന കാര്യം കൂടി ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റിയില്ല എന്ന് പി.വി. അൻവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിറവേറ്റിയിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ കാണുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, 1-ാം പിണറായി വിജയൻ സർക്കാർ വളരെ മികച്ച ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരുന്നത്. 2-ാം പിണറായി സർക്കാരിലേക്ക് കടന്ന് ഏകദേശം 1 വർഷം കഴിഞ്ഞ ശേഷമാണ് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരാൻ തുടങ്ങിയത്. അതായത് ഈ സർക്കാരിന് ഒരു ബ്രൂട്ടൽ മുഖമാണ് എന്ന് വരുത്തി തീർക്കാൻ പോലീസിനകത്തുള്ള ചില ആളുകൾ തന്നെ ചില ശ്രമങ്ങൾ നടത്തി എന്നത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അതായത് ഈ സർക്കാരിൻ്റെ മുഖം നഷ്ടപ്പെടുത്തിയത് പോലീസ് സേനയിലുള്ള ചില ആളുകളുടെ ഇടപെടലുകളാണ് എന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അത്തരം പുഴുക്കുത്തുകളെയാണ് പി.വി. അൻവർ വളരെ വ്യക്തമായി തന്നെ കാണിച്ചു തരുന്നത്. അത്തരം പുഴുക്കുത്തുകളെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അത് ദോഷം ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പി ശശിയാണ് ഇതൊക്കെ സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്ത് പറയേണ്ടിയിരുന്നത്. അദ്ദേഹമായിരുന്നു ഇപ്പോൾ പി.വി. അൻവർ ഇപ്പോൾ ഈ നടത്തുന്ന ഈ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം മോഡൽ പല വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നുണ്ട് എന്ന് പറയേണ്ടിയിരുന്നു. പക്ഷേ അദ്ദേഹം ആ കാര്യം ചെയ്തില്ല. അദ്ദേഹം ആ കാര്യം ചെയ്യാതെ വന്നപ്പോൾ അത് പി.വി. അൻവറിന് പറയേണ്ട അവസ്ഥ വന്നു. അപ്പോൾ
ഈ പി ശശിയെയും സത്യത്തിൽ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്. അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകേണ്ടതുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ആലോചിച്ച് നോക്കൂ, പാർട്ടിക്കകത്ത് തന്നെ ഒരു ഭിന്ന സ്വരങ്ങൾ ഉയരുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ പി വി അൻവർ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തി രംഗത്തേക്ക് വന്നപ്പോൾ തന്നെ കെ ടി ജലീൽ, അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട്? അദ്ദേഹം പി വി അൻവറിനൊപ്പം നിൽക്കുന്നു. ഇപ്പോൾ അതിന് പിന്നാലെ തന്നെ കാരാട്ട് റസാഖ്, അദ്ദേഹം പറയുന്നു പി ശശി രാജിവെച്ച് ഈ അന്വേഷണം നേരിടണം എന്ന് പറയുന്നു. മാത്രവുമല്ല, ഇന്ന് വി എസ് സുനിൽകുമാർ രംഗത്ത് വന്നിരിക്കുന്നു. അതായത് തൃശ്ശൂർ പൂരം കലക്കാൻ കാരണക്കാരനായത് ADGP അജിത് കുമാറാണെന്നൊരു വെളിപ്പെടുത്തൽ പി വി അൻവർ നടത്തിയിരുന്നല്ലോ. അതിന് പിന്നാലെ തന്നെ അതിന്റെ ദുരൂഹതകൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശ്ശൂർ പൂരത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അലങ്കോലപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത് പൊതുസമൂഹം അത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അവിടെ മറ്റുള്ള രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു കാര്യം അവിടെ അവർക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയും. അതായത് ഇപ്പോൾ സർക്കാരിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പല ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സുരേഷ് ഗോപിക്ക് തൃശ്ശൂര് തീരെഴുതി കൊടുക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്തു വരാത്തതെന്ന് വേണമെങ്കിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയും. ആ ഒരു ക്ഷീണം വല്ലാത്തൊരു ക്ഷീണം തന്നെയാകും സർക്കാരിനും പാർട്ടിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനി മറ്റൊരു വശം നമ്മൾ അതിന്റെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലോ. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ADGP അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല, പി ശശിക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു ഗുരുതരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ അല്ലെങ്കിൽ അച്ചടക്ക ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഇതേ മുഖ്യമന്ത്രി പറയുമ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ മാറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്നില്ല എന്ന് സാധാരണ അണികൾ പോലും ഒരു സംശയം ഉയർത്തിയാൽ അതിനൊരു വ്യക്തമായ മറുപടി നൽകാൻ ഈ സർക്കാരിന് കഴിയില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, സുജിത് ദാസിനെതിരെ ഇപ്പോൾ നിരവധി ആരോപണങ്ങൾ, പരാതികൾ ഉയർന്നു വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ADGP അജിത് കുമാറിനെതിരെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക വിഷയങ്ങളിൽ അടക്കം അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി ഉയർന്നു വരുന്നു. തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ വരുന്നു. അങ്ങനെ നിരവധി പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ സർക്കാർ ഒരിക്കലും ADGP അജിത് കുമാറിനെ സംരക്ഷിക്കാൻ പാടില്ലായിരുന്നു. കാരണം അങ്ങനെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടായാൽ, കാരണം വലിയൊരു ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭരണകക്ഷി MLA ആണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർത്തിയിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സർക്കാർ സംരക്ഷിക്കുന്ന സാഹചര്യം വന്നാൽ, അല്ലെങ്കിൽ സർക്കാർ തൽസ്ഥാനത്ത് തന്നെ അവർ തുടരട്ടെ എന്ന നിലപാട് സ്വീകരിച്ചാൽ അത് അണികളെയും പ്രവർത്തകരെയും നിരാശരാക്കുമെന്നത് മാത്രമല്ല, അതായത് ജനങ്ങൾക്കിടയിലുള്ള സർക്കാരിൻ്റെ ഒരു മുഖം കൂടി നഷ്ടപ്പെടാൻ അത് കാരണമാകും. അത് ജനകീയത നഷ്ടപ്പെടാൻ കാരണമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ADGP അജിത് കുമാറിനെ രക്ഷിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സംരക്ഷിച്ചതുകൊണ്ടോ പി ശശിനെ സംരക്ഷിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സുജിത് ദാസിനെ സംരക്ഷിച്ചതുകൊണ്ടോ സർക്കാരിന് ഒരു രീതിയിലും ഗുണം ചെയ്യാൻ പോകുന്നില്ല. അതൊക്കെ സർക്കാരിന് വലിയ ദോഷങ്ങൾ മാത്രമേ ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. അതായത് പി വി അൻവർ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്ന് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ ഈ സർക്കാർ പ്രതിസന്ധിയിലാകും, ഈ സർക്കാർ വലിയ പ്രതിക്കൂട്ടിലാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയാണ് നമ്മൾ വളരെ ബുദ്ധിപൂർവമായി രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തേണ്ടത്. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് EP ജയരാജനെതിരെ നമുക്കറിയാമല്ലോ, പ്രകാശ് ജാവ്ദേക്കറും അതുപോലെ തന്നെ ദല്ലാൽ നന്ദകുമാറുമായി ഒരു ചർച്ച നടത്തി, ഒരു കൂടിക്കാഴ്ച നടത്തി എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ EP ജയരാജനെ LDFന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്. അപ്പോൾ ഈ ADGPക്കെതിരെയും SP-ക്കെതിരെയും ഒക്കെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് അവരെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല? അവരെ മാറ്റി നിർത്തണം. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് മാതൃകയാവണം. അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയുന്നത്. എപ്പോഴും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരു മാതൃകയായി മാറുകയാണ് വേണ്ടത്. ഒരു മോഡൽ മുന്നോട്ട് വെച്ച് ആ മോഡൽ ജനങ്ങൾക്ക് ഒരു വലിയ മാതൃകയാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, അതായത് പി വി അൻവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നൊക്കെയാണല്ലോ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം. സത്യത്തിൽ മാധ്യമങ്ങൾ ഇവിടെ നടത്തുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കളിയുണ്ട്. അത് വേറെ ഒന്നുമല്ല, പി വി അൻവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തൽ CPM-നകത്തുള്ള ചില ആളുകളുടെയൊക്കെ ഗൂഢാലോചന പ്രകാരം നടത്തുന്ന വെളിപ്പെടുത്തലുകളാണ്. ഒരു പവർ ഗ്രൂപ്പ് ഈ പറയുന്ന പി വി അൻവറിന് പിന്നിലുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ്, എന്ന് ചാപ്പ് കുത്താൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ ശ്രമം നടത്തുന്നത്. അത് പി വി അൻവറിനെതിരെയുള്ള ഒരു ആക്രമണമാണ്. പി വി അൻവറിനെതിരെ പ്രവർത്തകർ, അതുപോലെ തന്നെ CPM പാർട്ടി, ഇവരൊക്കെ തിരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു മാധ്യമങ്ങളുടെ ഒരു പൊളിറ്റിക്സാണ്. സത്യത്തിൽ നമുക്കറിയാം, പി വി അൻവർ എന്ന് പറയുന്ന ആ പൊതുപ്രവർത്തകൻ, ആ MLA ഇതുവരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഇതുവരെ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാ ആരോപണങ്ങളിലും കഴമ്പുണ്ടായിരുന്നു. തെളിവുകൾ കയ്യിൽ വെച്ചുകൊണ്ട്, തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് നിയമ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് പി വി അൻവർ. ഷാജൻസ്കറിയുടെ കേസിൽ പോലും നമ്മൾ കണ്ടതാണ്.
അതുപോലെ നിരവധി കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ മറുപടി പോലും പറയാതെ ഒഴിഞ്ഞുമാറിയ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും. അദ്ദേഹത്തിനെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ ഉയർത്തിയപ്പോഴൊക്കെ ഒരക്ഷരം പോലും ഈ സമയം വരെ വി ഡി സതീശനൊന്നും സംസാരിക്കാനേ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവർ ആരോപണം ഉന്നയിക്കുന്നത് പോലെയല്ല പി വി അൻവർ ആരോപണം ഉന്നയിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് പോലെയാണ് എല്ലാം കണ്ടുപിടിച്ച് എല്ലാ കാര്യങ്ങളും ഒക്കെ പരിശോധിച്ച് പുറത്തുവിടുന്ന ഒരു വ്യക്തിയാണ് പി വി അൻവർ. എന്നാൽ അദ്ദേഹത്തിന് പിന്നിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് പലരും പല അവസരങ്ങളിലുമൊക്കെ സംശയം പലപ്പോഴായി പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പലപ്പോഴും എന്താണ് പറയാറ്, എൻ്റെ MLA സ്ഥാനം പോയാൽ പോലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ നീതിക്ക് വേണ്ടി പോരാടും എന്നാണ് പറയുന്നത്. ഇവിടുത്തെ വർഗീയവാദികൾക്കെതിരെയും ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയും ഒക്കെ മുഖം നോക്കാതെ ജീവൻ പോലും നോക്കാതെ പോരാടുന്ന വ്യക്തിയാണ് പി വി അൻവർ. അതുകൊണ്ട് പി വി അൻവർ എന്ന് പറയുന്ന ഇത്രയും ആത്മവീര്യമുള്ള ധൈര്യശാലിയായ നട്ടലുള്ള ഒരു നേതാവിനെയൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതാക്കി കളയാമെന്ന് മാധ്യമങ്ങളൊക്കെ ഒന്ന് അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറും അതിമോഹം മാത്രമാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ്, അതായത് ADGPയുടെ കാര്യത്തിലും SP യുടെ കാര്യത്തിലും ഒക്കെ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് അതൊരിക്കലും സർക്കാരിനും പാർട്ടിക്കും ഗുണം ചെയ്യില്ല. ഗോവിന്ദൻ മാഷ് എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പി വി അൻവറിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അതൊരു നല്ലൊരു തീരുമാനമാണ്. അത് പാർട്ടിക്ക് കൂടുതൽ ശക്തി മാത്രമേ പകരൂ എന്ന് പറഞ്ഞു വെക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അത് തിരുത്തിയാൽ വളരെ നല്ലതായിരിക്കും. മുഖ്യമന്ത്രിക്കും സർക്കാരിനും അത് കൂടുതൽ തിളക്കം മാത്രമേ നൽകൂ എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.